തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേഡൽ ജിൻസൺ രാജയുടെ ശിക്ഷാവിധി ഇന്നുണ്ടാകും. വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് 6ാം കോടതിയാണ് വിധി പ്രസ്താവിക്കുക. കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരനാണെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. ശാലിനി, കോടതി വളരെ കൃത്യമായി പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ശിക്ഷാ നടപടിയുമായി പ്രോസിക്യൂഷന്റെ അനുമാനങ്ങൾ എന്തൊക്കെയാണ് ശാലിനി? ജിഷ്ണു, 2017 ഏപ്രിൽ 9-ാം തീയതിയാണ് തിരുവനന്തപുരത്തെ ഏറ്റവും തന്ത്രപ്രധാന മേഖലയായ ക്ലിഫ് ഹൗസിന് സമീപത്ത് നിന്നും ഒരു വീട്ടിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് അത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയും നടത്തിയത് ഈ വീട്ടിലുള്ള വ്യക്തി തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഏപ്രിൽ 9-ാം തീയതി തന്നെ ജിൻസൺ രാജ എന്ന് പറയുന്ന കൊലപാതകം നടത്തിയ ഏക പ്രതിയെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. 8 വർഷത്തെ വിചാരണ നടപടികൾക്ക് ശേഷമാണ് ഇന്ന് തിരുവനന്തപുരം വഞ്ചിയൂരിലെ അഡീഷണൽ സെഷൻസ് കോടതി 6 വിധി പറയാൻ പോകുന്നത്. ജഡ്ജി കെ വിഷ്ണുവാണ് നിർണായകമായിട്ടുള്ള വിധി പറയാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇതിൽ പ്രോസിക്യൂഷന്റെ വാദം മാനസികരോഗിയാണ് ജിൻസൺ എന്ന് വരുത്തി തീർക്കാൻ പല ഘട്ടങ്ങളിലും ശ്രമം നടത്തിയെങ്കിലും അങ്ങനെയല്ല. കൃത്യമായ ശിക്ഷ, അതായത് വധശിക്ഷ തന്നെ ജിൻസൺ രാജയ്ക്ക് നൽകണമെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിട്ടുള്ളത്. ഇന്നലെ ഇതിൽ നടന്ന അന്തിമവാദത്തിൽ കേസിൽ കുറ്റക്കാരനാണ് പ്രതി എന്നുള്ളത് കോടതി കണ്ടെത്തിയിട്ടുമുണ്ട്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി കേസിലെ നിർണായകമായിട്ടുള്ള ശിക്ഷാവിധി പ്രസ്താവിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ആശ്രയ പ്രൊജക്ഷന്റെ ഭാഗമായി സാത്താൻ സേവ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് അച്ഛൻ, അമ്മ, സഹോദരി അടക്കം 3 പേരെ കൊലപ്പെടുത്തി കത്തിക്കുകയും അടുത്തൊരു ബന്ധുവായ ലളിത എന്ന് പറയുന്ന സ്ത്രീയെ കൊന്ന് ബാത്റൂമിൽ ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിലുമായിരുന്നു അന്ന് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. എന്തായാലും ആ നിർണായക കേസിലാണ് ഇപ്പോൾ 92 പേജുള്ള കുറ്റപത്രത്തിന്മേൽ നിർണായക വിധി പറയാൻ പോകുന്നത്. 92ഓളം വരുന്ന സാക്ഷികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിചാരണയുടെ ഭാഗമായി കേസിൽ വാദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരുടെ മൊഴികൾ രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കുറ്റപത്രം സമർപ്പിച്ച് ഏകദേശം 1 വർഷത്തിനുള്ളിലാണ് ഈ കേസിലെ വിധി പറയാൻ പോകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ 6-ാം തീയതിയാണ് ഈ കേസിലെ വിധി പറയാനായി ആദ്യം തീയതി നിശ്ചയിച്ചിരുന്നത്. പിന്നീട് 8ലേക്കും 12ലേക്കും മാറ്റി ഏറ്റവും ഒടുവിലാണ് ഇന്ന് ഈ കേസിൽ വിധി നിർണായക തീരുമാനം കോടതി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാലും വധശിക്ഷയിൽ കുറഞ്ഞൊന്നും തന്നെ പ്രതി അർഹിക്കുന്നില്ല ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളാണ് പ്രതി ജിൻസൺ രാജയ്ക്കെതിരെ കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അതിലാണ് ഈ നിർണായക വിധി ഇന്ന് രാവിലെ 11 മണിയോടുകൂടി പ്രസ്താവിക്കാൻ പോകുന്നത്. ശരി ശാലിനി, വളരെ വ്യക്തമാണ്. വധശിക്ഷ തന്നെ വേണം എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. മറുഭാഗത്ത് ഇല്ല, പ്രതിയുടെ മാനസികാരോഗ്യം കണക്കിലെടുക്കണം, അതുകൊണ്ട് ഇളവ് വേണമെന്ന് വാദിഭാഗവും പറയുന്നു. കോടതി തീരുമാനിക്കട്ടെ.